എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഷൈൻ ടോം ചാക്കോ എന്ന നടനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആദ്യം ഞാൻ കാണുന്നത് ഇതിഹാസ എന്നൊരു സിനിമയാണ്. അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാനൊരു 2-3 തവണ എൻ്റെ ചില കോളേജ് സമയങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു നല്ലൊരു സിനിമയാണ് ഇതിഹാസ. അദ്ദേഹത്തെ ആ നടനെ പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം ചെറിയ സിനിമാ ചെറിയ റോളുകളിൽ ഇപ്പം നല്ല മെയിൻ സ്ട്രീം നല്ലൊരു നടനായി വന്നിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ചില ഡ്രഗ്സ് കേസുകളിൽ അദ്ദേഹത്തിനെ പിടിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് ഉണ്ടായ ചെറിയ ഒരു ആക്സിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ വിയോഗം, ഇതൊക്കെ ആയിരുന്നാൽ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഏറ്റവും നല്ല ജനപ്രീതിയുള്ളതാണ്. നല്ല കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയുടെയാണ്. നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അദ്ദേഹം സിനിമയിലേക്ക് സജീവമാകട്ടെ. അദ്ദേഹത്തിന് ആക്സിഡൻറ്റിലുണ്ടായ ആഘാതത്തിൽ നിന്ന് അദ്ദേഹം റിക്കവർ ചെയ്യട്ടെ. അദ്ദേഹത്തെ പോലെ ഒരു ആർട്ടിസ്റ്റ് സത്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂകളിലൊക്കെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്, ചിരിപ്പിക്കുന്നതാണ്, സന്തോഷിപ്പിക്കുന്നതാണ്. അതുപോലെ ധ്യാൻ ശ്രീനിവാസനെ പോലെ ഏറൊരു തലത്തിലുള്ള ഒരു ആളാണ് ഷൈൻ ടോം ചാക്കോ. അദ്ദേഹത്തിൻ്റെ സിനിമകളിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യുവാനും, അദ്ദേഹം ഒരുപാട് നല്ല സിനിമകളിൽ, അതായത് മമ്മൂട്ടി പ്രൊഡക്ഷൻ കമ്പനികളുടെ ഒരുപാട് നല്ല സിനിമകളിലും അദ്ദേഹം ഭാഗമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് നായകനായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടാകുന്നു. തുടർന്ന് പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ നല്ല ഒരു തിരിച്ചുവരവിന്, അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായ ദുരന്തത്തിന് നമുക്കെല്ലാം അനുശോചനമുണ്ട്, നമുക്കെല്ലാം സങ്കടമുണ്ട്. എങ്കിൽ തന്നെ അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എത്രയും പെട്ടെന്ന് അദ്ദേഹം വളരെ എല്ലാ ഇതിൽ നിന്നും പിന്മാറി അദ്ദേഹം ഒരു നല്ലൊരു നടനായി മലയാള സിനിമയ്ക്ക് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളെ നൽകുന്ന ഒരു നല്ലൊരു നടനായി അദ്ദേഹം വീണ്ടും തിരിച്ചെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.